ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദാനിയേൽ പ്രവചനം അതിൻ്റെ 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവനൊരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആ വാക്യം ഒന്ന് വായിക്കാം. അവനൊരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. ആമേൻ. ഒരു ആഴ്ചവട്ടം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് 7 വർഷങ്ങൾ അടങ്ങിയ ഒരു കാലഘട്ടത്തെ പറ്റിയാണ്. അത് വിശുദ്ധ വേദപുസ്തകം അങ്ങനെയാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്. ഈ 7 വർഷങ്ങൾക്ക് മുമ്പേ വിശുദ്ധ സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടിരിക്കും. പിന്നീട് ഈ ഭൂമിയുടെ നിയന്ത്രണവും ഭരണക്രമവും എതിർക്രിസ്തുവിന് വിട്ടുകൊടുക്കും. അപ്പോൾ തുടർന്നുള്ള ഈ 7 വർഷങ്ങൾ, ഈ 7 വർഷങ്ങളുടെ ഇടയിൽ 2 ഘട്ടങ്ങളിലായി നടക്കേണ്ട 2 മഹായുദ്ധങ്ങൾ ചേർന്നതാണ് 3-ാം ലോകമഹായുദ്ധം. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഇടയിൽ ഭൂമിയിൽ നിന്ന് സമാധാനം പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞിരിക്കും. അതുകൊണ്ട് നിരന്തര യുദ്ധങ്ങൾ ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കും. ഈ 3-ാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പേ ചെറിയ ചെറിയ യുദ്ധങ്ങൾ അതിനിടയ്ക്ക് നടക്കും. അത്തരം ഒരു യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം. ഇത് കഴിഞ്ഞാൽ തുടർന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് മുന്നമേ ഇപ്പോൾ അറിയത്തില്ല. എന്നാൽ 3-ാം ലോകമഹായുദ്ധത്തിന്റെ 1-ാം ഘട്ടത്തെ ആ യുദ്ധം അത് ഇസ്രായേലിന് നേരെ വരുന്ന മാഗോഗ് യുദ്ധമാണെന്നാണ് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്. 2-ാം ഘട്ടത്തെ യുദ്ധത്തെ അർമഗദോൻ യുദ്ധമായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യം, മാഗോഗ് യുദ്ധവും അർമഗദോൻ യുദ്ധവും അത് രണ്ടും രണ്ടായിട്ട് തന്നെ നമുക്ക് വായിക്കണം, രണ്ടായിട്ട് തന്നെ കാണണം. കാരണം രണ്ടിനും 2 ഉദ്ദേശങ്ങളാണ് ഉള്ളത്. മാഗോഗ് യുദ്ധത്തിന്റെ ഉദ്ദേശം കർത്താവിന്റെ വിശുദ്ധ സഭയുടെ ഉൽപ്രാപണവും എതിർക്രിസ്തുവിന്റെ രംഗപ്രവേശനവുമാണെങ്കിൽ, 2-ാം ഘട്ടമായ അർമഗദോൻ യുദ്ധത്തിന്റെ ഉദ്ദേശം കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയും എതിർക്രിസ്തുവിന്റെ അവസാനവും അവന്റെ രാജ്യത്തിന്റെ അന്ത്യവുമായിരിക്കും. 1, 2 ലോകമഹായുദ്ധം ഈ ഭൂമിയിൽ നടന്നപ്പോൾ അതിന്റെ കക്ഷികളെയും അത് നടക്കേണ്ടതായ സ്ഥലത്തെയും ദൈവം മുന്നമേ വെളിപ്പെടുത്തി തന്നിട്ടില്ലായിരുന്നു. അത് വെളിപ്പെടുത്തി തരാതിരിക്കാനുള്ള ഒരു കാരണം, ആ യുദ്ധത്തിന്മേൽ ദൈവത്തിന് ഉണ്ടായിരുന്ന ഒരു ഉദ്ദേശം അത് ശത്രുക്കളുടെ മുമ്പിൽ അത് മറച്ചു വെച്ചു. അതെന്തായിരുന്നു? അത് ഇസ്രായേൽ രാജ്യത്തിന്റെ പുനർനിർമ്മാണവും അവരുടെ രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യവുമായിരുന്നു. എന്നാൽ 3-ാം ലോകമഹായുദ്ധം അങ്ങനെയല്ല. 3-ാം ലോകമഹായുദ്ധത്തിൽ അതിൻ്റെ കക്ഷികളെയും യുദ്ധം നടക്കേണ്ട സ്ഥലത്തെയും ദൈവം മുന്നമേ അറിയിച്ചു കഴിഞ്ഞു. അത് അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ ഉടമ്പടിയുടെ പൂർത്തീകരണത്തിനായിട്ട് എന്ന് പറഞ്ഞാൽ 1000 ആണ്ട് വാഴ്ചയുടെ ആരംഭത്തിനായിട്ടുള്ളതാകയാൽ ആ യുദ്ധം നടക്കേണ്ട ആ സ്ഥലം മുന്നമേ ദൈവം തീരുമാനിച്ചു ഉറപ്പിച്ചു കഴിഞ്ഞു. അത് എസെക്കിയേൽ 38-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ കൂടി വെളിപ്പെടുത്തുന്നുണ്ട്. അത് ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. ആമേൻ. ഇസ്രായേൽ പർവ്വത നിരകളിൽ വരുമെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ നമ്മളെ അറിയപ്പെടുന്ന ഗോലാൻ മലനിരകളിലും വെസ്റ്റ് ബാങ്ക് മലനിരകളിലും ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ അവൻ വരുമെന്നാണ്. 3-ാം ലോകമഹായുദ്ധത്തിന്റെ അവസാന ഘട്ടം എന്ന് പറയുന്ന 2-ാം ഘട്ടം അവർ വരുന്നത് ഇസ്രായേൽ പർവ്വത നിരകളോടൊപ്പം പ്രധാന സ്ഥലം നിശ്ചയിച്ച് അവർക്കായിട്ട് ഉറപ്പിച്ചിരിക്കുന്നത് വിധിയുടെ താഴ്വര എന്നറിയപ്പെടുന്ന യഹോശാഫാത്ത് അഥവാ മെഗിദോ താഴ്വരയിലായിരിക്കും. ഗോഗുമാഗോഗ് യുദ്ധത്തിന്റെ കക്ഷികൾ ഇസ്രായേൽ എന്ന ഒരു രാജ്യം, ആ രാജ്യത്തിന് നേരെ അവർ വരുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന
എല്ലാ രാജ്യക്കാരുടെയും പേരുകൾ മുന്നമേ ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിനകത്ത് പ്രധാന കക്ഷിയായിട്ട് പറയുന്നത് റഷ്യ ആണെങ്കിൽ അവരോടൊപ്പം തന്നെ ചൈനയുണ്ട്, നോർത്ത് കൊറിയ ഉണ്ട്, റഷ്യയിൽ നിന്ന് പിരിഞ്ഞുപോയ തുർക്ക്മെനിസ്ഥാൻ ഉണ്ട്, ഉസ്ബെക്കിസ്ഥാൻ ഉണ്ട്, കസഖ്സ്ഥാൻ ഉണ്ട്, കൂടാതെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, അവരെ കൂടാതെ ഇറാൻ ഉണ്ട്, ഇറാഖ് ഉണ്ട്, തുർക്കിയുണ്ട്, യമൻ ഉണ്ട്, സിറിയ ഉണ്ട്, ലെബനോൻ ഉണ്ട്, ജോർദാൻ ഉണ്ട്, ലിബിയ ഉണ്ട്, പിന്നെ എത്യോപ്യൻ രാജ്യമുണ്ട്, അതിനോടൊപ്പം സുഡാൻ ഉണ്ട്. അതുകൂടാതെ യൂറോപ്യൻ രാജ്യത്തിൽ നിന്നും ജർമ്മനിയും അവരോട് കൂടിയുള്ളവരും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തന്നിട്ടുള്ള കാര്യമാണ്. എന്നാൽ അർമഹദോൻ എന്ന അവസാന യുദ്ധം, ആ വിശുദ്ധ യുദ്ധത്തിൽ എതിർകക്ഷിയായിട്ട് വരുന്ന രാജ്യങ്ങളെ പറ്റി അവിടെ വെളിപ്പെടുത്തി തരുന്നില്ല. അതിന് കാരണമുണ്ട്. എങ്ങോട്ട് വരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഇസ്രായേൽ രാജ്യത്തിന് നേരെ ആയിരിക്കും. എന്നാൽ വരുന്നവർ എന്ന് പറയുമ്പോൾ അത് ലോകരാജ്യങ്ങൾ മുഴുവനും ഒന്നായിട്ടാണ് വരുന്നത്. അതിന് കാരണമുണ്ട്. അന്ന് ഈ ലോകം ഒരു ഏകാധിപതിയുടെ ഭരണ കീഴിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഏക ലോക ഗവൺമെന്റും അതിനെ ഒരു ഏക ലോക നേതാവും ഉണ്ടായിരിക്കും. അവൻ സർവസന്നാഹത്തോടും കൂടി അവൻ ഇസ്രായേലിന് നേരെ വരുമ്പോൾ യഹോശാഫാത്ത് താഴ്വരയിൽ അവനെ അവിടെ ഏകനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നേരിടും. ക്രിസ്തുവും എതിർ ക്രിസ്തുവും തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കും അന്ത്യ പോരാട്ടം. പ്രിയരെ, ഇനിയും തുടർന്ന് പറയുവാൻ പോകുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കുവാൻ ആമുഖമായിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞതാണ്. ശേഷം പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്നതും ഇനിയും നടക്കാൻ പോകുന്നതുമായ കാര്യങ്ങളാണ്. എസെക്കേൽ 21-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം, ഞാൻ മകുടം നീക്കി കിരീടമെടുത്ത് കളയും, അതങ്ങനെ ഇരിക്കുകയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. മുമ്പ് ഈ വിഷയത്തെ പറ്റി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. എന്നാൽ വീണ്ടും ഞാനിത് പറയാൻ കാരണം, ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ ചില രാജാക്കന്മാരുടെ മകുടം ദൈവം തെറിപ്പിച്ചു കളഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒരു രാജവംശമായിരുന്നു റഷ്യയിലുണ്ടായിരുന്ന സർ ചക്രവർത്തിമാരുടെ സാമ്രാജ്യം. AD 1721 മുതൽ 1917 ഒന്നാം ലോകമഹായുദ്ധം അവസാനിക്കും വരെയുമുള്ള 196 വർഷങ്ങൾ ഈ ലോകത്തിലെ ശക്തരായ ചക്രവർത്തിമാരായിരുന്നു സർ ചക്രവർത്തിമാർ. എന്നാൽ 1917 നടന്ന ബോൾഷെവിക് വിപ്ലവം വഴി ദൈവം അവരുടെ മകുടം നീക്കി താണ ഒരു ഭരണകൂടത്തെ, കമ്മ്യൂണിസ്റ്റ് ഭരണകൂട സംവിധാനത്തെ ലോകത്ത് കൊണ്ടുവന്നു. അത് റഷ്യയിൽ ആദ്യം സ്ഥാപിച്ചു. ദൈവത്തിൽ വിശ്വസിക്കാത്ത നാസ്തിക ഭരണകൂടത്തെ ലോകത്ത് വിളിച്ചു വരുത്തുവാൻ ദൈവത്തിന് തക്കതായ കാരണമുണ്ട്. അതന്ന് ലോകത്തെ ദൈവം മറച്ചു വെച്ചു. അതാണ് ദൈവത്തിന്റെ സ്വഭാവം. ദൈവം തന്റെ ഹിഡൻ അജണ്ട പ്രകാരം ഒരു നാസ്തിക ഭരണകൂടത്തെ ഈ ഭൂമിയുടെ വടക്കുഭാഗത്തു നിന്നും വിളിച്ചു വരുത്തുകയാണ്. ആ ദിവസം എന്ന് പറയുന്നത് 1917 ഒക്ടോബർ മാസം 7-ാം തീയതിയായിരുന്നു. ദൈവത്തിന് നേരെ ഉണ്ടാകാൻ പോകുന്ന വിശുദ്ധ യുദ്ധത്തിന്റെ പ്രതിപക്ഷ കസേരയിൽ ദൈവം വരെ ഇരുത്തി. ദൈവമക്കളെ, തുടർന്നുള്ള കാര്യം നമ്മൾ കേൾക്കണം. തുടർന്ന് കേവലം 25 ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ സർവശക്തനായ ദൈവം തന്റെ ഭൗതിക രാജ്യത്തിന്റെ ആസ്ഥാന ശിലാസ്ഥാപനം ഈ ഭൂമിയുടെ മധ്യേ സ്ഥാപിച്ചു. അത് 1917 നവംബർ മാസം 2-ാം തീയതിയായിരുന്നു. ബാൽഫർ വിളംബരം വഴി ഇസ്രയേൽ എന്ന ഒരു രാജ്യത്തിന്റെ ഉദ്ഘാടനം അന്ന് നടന്നു. ഇവിടെ ശ്രദ്ധിക്കണമേ, ഒരു വ്യാഴവട്ടത്തിന്റെ കാലഘട്ടങ്ങൾക്കിടയിലല്ല, സംവത്സരങ്ങളുടെ ഇടയിലുമല്ല, ഒരു മാസത്തിനുള്ളിൽ വിശുദ്ധ യുദ്ധത്തിന്റെ 1ഉം 2ഉം കക്ഷികളായിട്ട് 2 പുതിയ രാഷ്ട്രങ്ങളെ അതിന്റെ നിർമ്മാണമാണ് ഈ ഭൂമിയിൽ അപ്പോൾ നടന്നത്. ജാതികളുടെ കണ്ണിൽ അത് മറവായി കിടക്കുന്നു. എങ്കിൽ ദൈവമക്കളെ, ദൈവജനത്തിന്റെ മുമ്പിൽ അത് അത്ഭുതമായി വെളിപ്പെട്ട് വരണം. അതാണ് വിശ്വാസികളുടെ വിശ്വാസമാണത്. അതിൽ കൂടി വിശ്വാസത്തിന് ശക്തി പകരണം. ആ ദൈവം പഴയ നിയമകാലത്തു മാത്രമല്ല
പുതിയ നിയമ കാലഘട്ടങ്ങളിലും നമ്മളോടൊപ്പം ജീവിക്കുന്നു, നമ്മളോടൊപ്പം ജീവിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതോർത്ത് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. 1922 ആയപ്പോഴേക്കും റഷ്യ ചുറ്റുപാടുമുള്ള 14 രാജ്യങ്ങളെ അവരുടെ രാജ്യത്തോട് ഉയർത്തു. രണ്ടാം ലോകമഹായുദ്ധത്തോടു കൂടി പൂർവ്വ ജർമ്മനിയും ആ രാജ്യങ്ങളോട് ചേർന്നു. അങ്ങനെ റഷ്യ ഉൾപ്പെടെ 16 രാജ്യങ്ങൾ ചേർന്ന് ഒരു വലിയ സാമ്രാജ്യം, USSR എന്ന വലിയൊരു സാമ്രാജ്യം ഈ ഭൂമിയിൽ വളരുവാൻ ദൈവം അനുവദിച്ചു. അതേ സമയത്ത് 1948 ഒരു ശിശുവായി പിറന്നു വീണ ഇസ്രായേലിനെ 7 വർഷങ്ങളുടെ ശൈശവകാലം എന്ന് പറഞ്ഞാൽ 1955 അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ USSR തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അതിനായിട്ട് ഈജിപ്റ്റ്, സിറിയ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് ഒരു സംയുക്ത യുദ്ധ കരാർ ഉണ്ടാക്കി. ഇസ്രായേലിനെ അവർ ആക്രമിച്ചു. യുദ്ധവീരനായ യഹോവ ഇസ്രായേലിന് തുണ നിന്നു, അവർ ജയിച്ചു. അതാണ് സീനായ് യുദ്ധം എന്ന് പറയുന്നത്. റഷ്യയുടെ നോട്ടം അത് ഇസ്രായേലിന്റെ മേലാണെന്നുള്ളത് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് റഷ്യയുടെ നോട്ടം വ്യതിചലിപ്പിക്കുവാൻ, അവനെ അല്പകാലത്തേക്ക് വഴി മാറ്റി നിർത്തുവാൻ അവന്റെ വഴിയിൽ അമേരിക്കയെ തുടർന്നുള്ള കാലം അത്രയും ഇസ്രായേലിനെ ഈ കാലഘട്ടങ്ങൾ കൊണ്ട് ദൈവം ശക്തരാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ ശക്തരായി, അവർ ജീവിച്ചു, ഏറ്റവും വലിയൊരു സൈന്യമായി നിവർന്നു നിന്നു. പ്രിയരെ, ഈ കാലഘട്ടങ്ങൾക്കിടയിൽ മറ്റൊരു പ്രവചന നിവർത്തിപ്പുണ്ടായി. അത് നമ്മൾ കാണാതെ പോകരുത്. എസെക്കിയേൽ 38 അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഗോഗി, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ദൈവം ഗോഗിനെതിരായി നിന്നുകൊണ്ട് വചനമെന്ന വാളെടുത്ത് വെട്ടുകയാണ്. ആ വാക്യം അതിന്റെ 39-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ 6-ൽ-1 ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. ആമേൻ. 2550 വർഷങ്ങൾക്ക് മുമ്പേ അരുളി ചെയ്തൊരു പ്രവചനത്തിന്റെ സഞ്ചാരവേളയിൽ ആദ്യം നടക്കേണ്ട സംഭവം എന്താണെന്നറിയാമോ? USSR എന്ന മഹാരാജ്യത്തെ 6-ൽ-1 മാറ്റണം. വചനം എന്ന വാളത് നിവർത്തിച്ചു. USSRന്റെ പ്രസിഡന്റ് ആയിരുന്ന ഗോർബച്ചോവിന്റെ കാലത്ത് എന്ന് പറഞ്ഞാൽ 1991 അത് സംഭവിച്ചു. USSR 15 കഷണങ്ങളായി മുറിക്കപ്പെട്ടു, 15 സ്വതന്ത്ര രാജ്യങ്ങളായി തീർന്നു. അത് അത്ഭുത സംഭവമാണ്. അതെങ്ങനെയാണ് അത്ഭുത സംഭവം ആകുന്നത്? ഇത്ര വലിയൊരു ലോക രാജ്യത്തെ, ആ വലിയൊരു സാമ്രാജ്യത്തെ എങ്ങനെ അത് തകർക്കപ്പെട്ടു? യുദ്ധത്തിന്റെ നാദം കേട്ടില്ല, ഒരു തുള്ളി രക്തം ചിന്തിയില്ല. യുദ്ധവീരനായ യഹോവ കാഹളം ധ്വനിപ്പിച്ചു. ഭൂമിയിൽ ഒരു സാമ്രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ റിപ്പബ്ലിക്ക് ഒറ്റ ദിവസം കൊണ്ട് തകർന്ന് താഴെ വീണു. ആ ശബ്ദം എത്ര ദൈവമക്കൾ കേട്ടു എന്ന് എനിക്കറിയില്ല. പ്രവചനാടിസ്ഥാനത്തിൽ ഒരേ ഒരു രാജ്യം അവശേഷിച്ചു, റഷ്യ എന്ന രാജ്യം. അപ്പോഴും ദൈവമക്കളെ, അവർ വിസ്തീർണത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിട്ട് ഇന്ന് നിലനിൽക്കുകയാണ്. അത് അവരുടെ ലോക മേധാവിത്വത്തിന്റെ സൂചന കൂടിയാണ്. നമ്മൾ മറന്നു പോകരുത്. പിരിഞ്ഞുപോയ 15 രാജ്യങ്ങളുടെ ഒരു പേര് പോലും പ്രവചനം പറഞ്ഞ കാലത്ത് തിരുവചനത്തിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് ശേഷിക്കുന്നതായ റഷ്യയിൽ പ്രവചനത്തിൽ പറഞ്ഞിട്ടുള്ള 3 പ്രദേശങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ വലിയ സത്യം. റോഷ് എന്ന റഷ്യ മഹാരാജ്യത്തെ, മേശക് എന്ന മോസ്കോയും, തൂബേൽ അഥവാ സൈബീരിയൻ പ്രദേശങ്ങളും ഇപ്പോഴും അവരുടെ ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതോർക്കുമ്പോൾ ദൈവജനമേ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ കൃത്യതയിൽ നാം അതിശയിച്ചു പോകും. USSRന്റെ വീഴ്ചയുടെ അഗാധത്തിൽ ഉലഞ്ഞുപോയ റഷ്യ 1991 മുതൽ 2022 വരെയുള്ള ഈ 31 വർഷങ്ങൾ പുറം ലോകത്തു നിന്നും മറഞ്ഞു കിടന്നു. തകർന്നടിഞ്ഞു പോയ റഷ്യയെ ലോകരാജ്യങ്ങളുടെ തലപ്പത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് ശക്തനായ ഒരു നേതാവിനെ ഈ സമയം കൊണ്ട് ദൈവം ഒരുക്കി. അജയ്യനായ ഒരു ഗോലിയാത്തിനെ ആ മുൻനിരയിലേക്ക് ദൈവം വിളിച്ചു വരുത്തി. എതിരില്ലാത്തൊരു ഭരണാധികാരിയായി തന്നെ 2036 വരെ ഭരണസാരഥിയായി തുടരുവാനുള്ള അധികാരപത്രം കയ്യിൽ പിടിച്ചു കൊണ്ടുവെക്കുന്നു.
ഇത് ഗൗരവത്തോടെ വേണം നമ്മൾ കാണുവാൻ. അതേസമയം പ്രിയരെ, ലോകത്തിലെ വൻകിട ശക്തിയായ അമേരിക്കയിൽ ഈ കാലം കൊണ്ട് 6 ഭരണകൂടങ്ങൾ മാറി മാറി ഭരിക്കേണ്ടതായിട്ട് വന്നു. നമുക്കറിയാം, അപ്പൻ ബുഷ്, മകൻ ബുഷ്, ക്ലിന്റൺ, ഒബാമ, ട്രംപ്, ജോ ബൈഡൻ. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? മഹായുദ്ധത്തിൽ ദൈവം ഈ അമേരിക്കയെ ക്ഷണിച്ചിട്ടില്ല. അവരുടെ ശക്തി ഇപ്പോൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഒരു ലോക നേതാവിനെ, ഏക ലോക നേതാവിനെ ദൈവം ഇതിന്റെ ഇടയിൽ ഒരുക്കിക്കൊണ്ടുമിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം നാം മറന്നു പോകരുത്. ആരാണ് വരാൻ പോകുന്ന ലോക നേതാവേ? ഒരു പേരെടുത്ത് പറയുവാൻ ദൈവം ആരെയും അനുവദിക്കുന്നില്ല. അത് ദൈവം മറച്ചു വെച്ചിരിക്കുന്ന രഹസ്യമാണ്. അതേസമയം ഉറപ്പായി പറയാൻ കഴിയും, റോഷ്, മേശക്, തൂബേൽ തുടങ്ങി മാഗോഗ് പ്രദേശത്ത് നിന്നും ഇസ്രായേലിന് എതിരായി യുദ്ധസന്നാഹങ്ങളോടുകൂടി ഒരു ഗോഗ് രാജാവായിട്ട്, നേതാവായിട്ട് കടന്നു വരും. തൽക്കാലം ഈ വിഷയത്തെ ബ്രാക്കറ്റ് ഇട്ട് വെച്ച് തുടർന്നുള്ള ദൈവവചനത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അതിന്റെ മുന്നോടിയായിട്ട് എസെക്കിയേൽ 38 അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം അതൊന്ന് വായിക്കാമോ? മനുഷ്യപുത്ര, രോഷ്, മേശക്, തൂബൽ എന്നിവരുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്. ആമേൻ. ഇവിടെ വായിച്ചു കേട്ട വേദഭാഗത്തിൽ നിന്നും നമുക്കറിയാൻ കഴിയുന്നതേ, മാഗോഗ് ദേശത്തിലെ ഗോഗ് എന്ന നേതാവിന് നേരെ മുഖം തിരിച്ച് അവനോട് പറയേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയരെ, ഗോഗ് ആരാണെന്നും മാഗോഗ് ഏതാണെന്നും ഒരു ധാരണ ദൈവമക്കൾക്ക് ഉണ്ടാകണം. അതിന് ദൈവവചനത്തെ ആശ്രയിച്ചു വേണം ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. ദൈവത്തോടും ദൈവജനത്തോടും എതിർത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ലോക നേതാവിനെയാണ് ആത്മാവ് ഇവിടെ വെളിപ്പെടുത്തി തരുന്നത്. ഇന്ന് യുക്രൈനെതിരെ റഷ്യ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോഴത്തെ റഷ്യയുടെ നേതാവിനെയും അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതികളെയും നിലവിലുള്ള സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും നോക്കിയിട്ട് ഗോഗ് ആരാണെന്ന് വെറുതെ പറയരുത്. ഈ വിഷയത്തെ സ്വന്തം ബുദ്ധിയാലോ മറ്റുള്ളവരുടെ ബുദ്ധി കടമെടുത്തോ തീരുമാനിക്കേണ്ട വിഷയമല്ല. ദൈവവചനത്താൽ വിവേചിക്കേണ്ട വിഷയങ്ങളാണ്. നമ്മുടെ ആത്മാവിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തി തരേണ്ട കാര്യങ്ങളാണ്. ഗോഗ് വരുന്ന ദിശയും ദേശവും ദൈവം വചനത്തിൽ കൂടി വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. എവിടേക്ക് വരുന്നു എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴതൊന്നും പറയാറായിട്ടില്ല. അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്നാൽ പ്രിയരെ, പെട്ടെന്ന് അത്തരം ഒരു ഗതിമാറ്റം സംഭവിച്ചാൽ തീർച്ചയായിട്ടും ഉറപ്പിച്ചുകൊള്ളുക, പെട്ടിപൂട്ടുക, ഒരുക്കങ്ങൾ പൂർത്തിയാക്കുക. അത് സഭയുടെ അൾട്ടിമാറ്റം അഥവാ അന്ത്യശാസനത്തിന്റെ മണിമുഴക്കമായിരിക്കും. ഒട്ടും തർക്കമില്ല. അടുത്തത് മാഗോഗ് ദേശത്തെ പറ്റി നമുക്കറിയണം. അതിനെപ്പറ്റി അറിയുവാനായിട്ട് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വേദവാക്യങ്ങളെ നമ്മൾ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് വായിക്കാമോ? നോഹയുടെ പുത്രന്മാരായ ശേം, ഹാം, യാഫേത്ത് എന്നിവരുടെ വംശപാരമ്പര്യമാണിത്. ജലപ്രളയത്തിനു ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു. യാഫേത്തിന്റെ പുത്രന്മാർ ഗോമേർ, മാഹോഗ്, മാദായ്, യാവാൻ, തൂബൽ, മേശക്, തിരാസ്. ഗോമരിന്റെ പുത്രന്മാർ അസ്കനാസ്, രീപത്ത്, തോഗർമ. യാവാന്റെ പുത്രന്മാർ എലീശ, തർശീഷ്, കിത്തീം, ദോദാനി. ഇവരാൽ ജാതികളുടെ ദ്വീപുകൾ അതത് ദേശത്തിൽ ഭാഷ ഭാഷയായും ജാതി ജാതിയായും കുലം കുലമായും പിരിഞ്ഞു. ഹാമിന്റെ പുത്രന്മാർ കൂഷ്, മിസ്രയീം, പൂത്ത്, കനാൻ. ആമേൻ. പ്രളയത്തിന് ശേഷമുള്ള ആ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നോഹയുടെ 3 പുത്രന്മാരുടെ തലമുറകളെ നമുക്ക് ശ്രദ്ധിക്കണം. ഇതേ ഭൂമിയിൽ കാണുന്ന, ഇന്നത്തെ നമ്മുടെ ഈ ഭൂമിയിൽ കാണുന്ന സർവ്വ മനുഷ്യവർഗങ്ങളുടെയും ഉത്ഭവം എന്ന് പറയുന്നത് ഷേം, ഹാം, യാഫേത്ത് എന്നീ നോഹയുടെ 3 മക്കളിൽ നിന്നും ഉടലെടുത്തതാണ്. ഹാമിന്റെ മക്കളിൽ ഭൂരിഭാഗവും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് കുടിയേറി പാർത്തവരാണ്. എന്നാൽ കനാനും ഫെലിസ്തരും ഇന്നും മിഡിൽ ഈസ്റ്റിൽ തന്നെ ഉണ്ട്. പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രൂഷ്യർ, പ്യൂത്തിയർ എന്നിവർ ഹാമിന്റെ തലമുറക്കാരാണ്. അവർ ഇന്നുള്ള എത്യോപ്യ, സുഡാൻ തുടങ്ങിയ ദേശക്കാരും ലിബിയക്കാരുമാണ്. പ്രവചനാടിസ്ഥാനത്തിൽ ഇവിടെ സംഭവിക്കുവാനുള്ള
മഹായുദ്ധത്തിൽ യാഫേത്ത് വംശക്കാരെ പറ്റി പറയുമ്പോൾ യാഫേത്തിന്റെ വംശക്കാർക്കാണ് ദൈവം മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാഫേത്ത് പ്രധാന വില്ലന. ആരൊക്കെയാണ് യാഫേത്തിന്റെ മക്കൾ എന്ന് നോക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ട് പറയുന്നത് ഗോമേർ, മാഗോഗ്, തൂബേൽ, മേശക്ക് തുടങ്ങിയവരാണ്. അതേസമയം തോഗർബയെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. അവൻ ഗോമേറിന്റെ പുത്രനാണ്. മൂന്നാം ലോക മഹായുദ്ധത്തിൽ ഇവരെല്ലാവരും ഇസ്രായേലിന് നേരെ വരുന്നതിനാൽ ഇവരുടെ പിൻതലമുറക്കാർ ഇന്നത്തെ ഏതൊക്കെ ദേശങ്ങളിലാണ് വസിക്കുന്നത്, പാർക്കുന്നത് എന്ന കാര്യം നാം അറിഞ്ഞിരിക്കണം. അതിനായിട്ട് ദൈവജനത്തിൽ കൂടി ചരിത്രം പഠിക്കുമ്പോൾ നോഹയുടെ കാലശേഷം ആ ജനമെല്ലാം ഷീനാർ ദേശത്ത് ഒരു സമഭൂമിയിൽ കുടിയേറി പാർത്തു എന്ന് തിരുവചനം പറയുന്നുണ്ട്. ദൈവം അവരുടെ ഭാഷ കലക്കി ഭൂലോകമെമ്പാടും ചിതറിച്ചപ്പോൾ യാഫേത്തും കൂട്ടരും ഷീനാർ ദേശത്തു നിന്നും അതിന്റെ വടക്ക് കിഴക്കായി വ്യാപിച്ചു കിടക്കുന്ന ആ പ്രദേശങ്ങളിലേക്ക് കുടിയേറി പാർത്തു. ഇന്ന് ആ പ്രദേശങ്ങൾ ഇന്ന് അറിയപ്പെടുന്നത് വടക്കുള്ള റോഷ് എന്ന ഋഷിയും അതിലുള്ള മേശക്ക് എന്ന മോസ്കോയും തൂബേൽ അഥവാ തൊബസ്ക് എന്ന സൈബീരിയൻ പ്രദേശങ്ങളുമാണ്. പ്രവചന കാലഘട്ടങ്ങളിൽ ഇത് മൂന്ന് പ്രത്യേക രാജ്യങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് അതൊരു രാജ്യമായിട്ടാണ് നിലനിൽക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് യാഫേത്തിന്റെ മകൻ മാഗോഗിനെ പറ്റി അറിയാനുണ്ട്. ഇവർ വടക്ക് കിഴക്കായി പസഫിക് സമുദ്രം മുതൽ ഇന്തോനേഷ്യൻ വരെയുള്ള തീരപ്രദേശങ്ങളെ അതിന്റെ അതിരുകളെ പങ്കിട്ട് പാർക്കുന്ന മംഗോളിയൻ വംശജരാണ്. ഇതിൽ USSRന്റെ ഭാഗമായിരുന്ന തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസഖ്സ്ഥാൻ തുടങ്ങിയ വടക്കൻ പ്രദേശക്കാരും കിഴക്കോട്ട് മാറി മഹാസമുദ്രം വരെ അതിരുകൾ പങ്കിട്ട ചൈന, കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുമാണ്. പ്രവചനാടിസ്ഥാനത്തിൽ ഇവർ വടക്കിന്റെയും കിഴക്കിന്റെയും രാജാക്കന്മാരായി അന്ത്യനാളിൽ വെളിപ്പെട്ടു വരേണ്ടവരുമാണ്. അതുപോലെ തന്നെ മാഗോഗ് പൊതുവിൽ മംഗോളിയൻ വംശജരാണെന്ന് ഞാൻ പറഞ്ഞു. അവരുടെ രൂപം നോക്കിയാൽ പതുങ്ങിയ മൂക്കും പൊങ്ങിയ കവിളിലും കുറിയതും ഇണുപ്പിച്ചതുമായ കണ്ണുകളോട് കൂടിയവരാണ്. ഇവരുടെ നിറം പൊതുവിൽ മഞ്ഞ കലർന്ന വെള്ള നിറവുമാണ്. ഇവരിൽ ചൈനയെ നമ്മൾ കണക്കിലെടുത്താൽ സമ്പദ്ഘടനയിൽ ഇന്ന് ലോകത്തെ 2ാം സ്ഥാനത്ത് അവർ നിൽക്കുകയാണ്. തുടർന്നുള്ള അവരുടെ വളർച്ചയെ കണക്കിലെടുക്കുമ്പോൾ അവർ 1ാം സ്ഥാനത്തേക്ക് തന്നെ വരുമെന്നുള്ളതാണ് വിദഗ്ധന്മാരുടെ നിർദ്ദേശം. അതുപോലെ തന്നെ മാഗോഗിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അവരുടെ ലൊക്കേഷൻ ഏറെക്കുറെ ബോധ്യപ്പെടുത്തുന്ന ഒരു വാക്യമുണ്ട്. അത് എഹെസ്കേൽ 39:6 പറയുന്നത്. അവിടെ പറയുന്നത് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്, മാഗോഗിലും തീരപ്രദേശങ്ങളിലും നിർഭയം വസിക്കുന്നവരുടെ ഇടയിൽ ഞാൻ തീ അയക്കും. അതിന്റെ അർത്ഥം എന്താ? 3ാം ലോക മഹായുദ്ധത്തിൽ ഏർപ്പെടുന്ന മാഗോഗ് ദേശങ്ങളോടുള്ള മഹാദൈവത്തിന്റെ ഇടപെടൽ തീ കൊണ്ടുള്ള ഇടപെടലായിരിക്കും. അത് വിശേഷം നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടെ തീരപ്രദേശങ്ങളിൽ തീ അയക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയരെ, ഗോഗിന്റെ റൂട്ടിനെ പറ്റിയാണ് ഇനി നമ്മൾ അറിയേണ്ടത്. ഇസ്രായേലിലേക്ക് ഗോഗ് വരാനുള്ള കൃത്യമായ ഒരു മാർഗരേഖ എസെക്കിയേൽ 38-ാം അധ്യായത്തിന്റെ 15 പറയുന്നുണ്ടെന്ന് വായിക്കാം. നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തു നിന്ന് തന്നെ വരും. വടക്കേ അറ്റത്തു നിന്ന് വരും. എതിർ ക്രിസ്തുവിന്റെ 7 വർഷത്തെ ഭരണ ആരംഭത്തിൽ നടക്കാൻ പോകുന്ന 1ാം ഘട്ട യുദ്ധത്തിൽ ഗോഗ് വരുന്ന ദിക്കെ കൃത്യമായിട്ടും വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. പ്രിയരെ, ദൈവം ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ ഇസ്രായേൽ എന്ന രാജ്യത്തെ ഭൂമിയുടെ മധ്യ സൃഷ്ടിച്ചിട്ട് ദിക്കുകളുടെ കോമ്പസ് അവിടെ നിന്നുമാണ് ചലിപ്പിച്ചു തുടങ്ങിയത്. വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും എന്ന് വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തി പറഞ്ഞിട്ടുള്ള ഇടങ്ങളെല്ലാം തന്നെ അത് ഇസ്രായേലിൽ നിന്നുമാണ് തുടങ്ങുന്നത്. ദിക്കുകളെ അറിയുവാൻ വേണ്ടി ദൈവത്തിന്റെ വചനത്തിൽ കൂടി വെളിപ്പെടുത്തി തന്നിട്ടുള്ള ഒരു GPS സിസ്റ്റം ഉണ്ട്. അതുവഴി ഗോഗ് വരുന്ന ദിക്കിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യണം. ഭൂലോകത്തിന്റെ ഭൂപടത്തിൽ ഇസ്രായേലിന്റെ സ്ഥാനം നമ്മൾ ആദ്യം കണ്ടതിന് ശേഷം അവിടെ നിന്നും വടക്കോട്ട് ഒരു നേർരേഖ വരച്ചാൽ
അത് കൃത്യമായിട്ടും ആദ്യം ചെന്ന് ചേരുന്നത് തോഗർമ നാടായ തുർക്കിയിലാണ്. ദൈവം അശൂർ സാമ്രാജ്യത്തെ തകർത്ത് ചിതറിച്ചപ്പോൾ അവിടെ നിന്നും പുറപ്പെട്ടു വന്ന് താമസിക്കുന്ന തോഗർമ ഗ്രഹം എന്ന് പറയുന്നത് ഇന്നത്തെ തുർക്കിയാണ്. ഇവർ ഇസ്രായേലിന് നേരെ വടക്ക് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ്. എന്നാൽ ഗോഗിന്റെ ആസ്ഥാനം അവിടെയല്ല. ഗോഗിന്റെ ആസ്ഥാനത്തെ പറ്റി വെളിപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. നിന്റെ ദിക്കിൽ നിന്നും വടക്കേ അറ്റത്ത് നിന്നു തന്നെ വരും. അങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വടക്കേ അറ്റം വരെ നമ്മുടെ ഈ രേഖ നമ്മൾ നീട്ടണം. അതുകൊണ്ട് ആ നേർരേഖ വടക്കോട്ട് നീട്ടണം. അത് കൃത്യമായിട്ട് ചെന്ന് ചേരുന്ന ഒരു സ്ഥലമുണ്ട്. റോഷ് എന്ന റഷ്യയുടെ മേശക്ക് എന്ന മോസ്കോയിൽ തന്നെയാണ് അത് ചെന്ന് ചേരുന്നത്. അത് വടക്കേ അറ്റവുമാണ്. വടക്കേ അറ്റത്ത് നിന്നും ഗോഗ് ഇസ്രായേലിലേക്ക് കടന്നു വരുമ്പോൾ അവനോടുകൂടി ഒരു മഹാസമൂഹം കൂടി കടന്നു വരുന്നുണ്ട് എന്നവിടെ പറയുന്നുണ്ട്. അത് 38:5 പറയുന്നത്. ഒന്ന് വായിക്കാമോ? അവരോടുകൂടെ ഒട്ടൊഴിയാതെ തലക്കോരിയും ധരിച്ച പാർസികൾ, കൂശ്യർ, കൂത്യർ, ഗോമേരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോഗർമ ഗ്രഹവും അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും. ആമേൻ. ആരാണ് ഈ പാർസികള്? പേർഷ്യക്കാർ എന്നറിയപ്പെടുന്ന ഇന്നത്തെ ഇറാനാണത്. ഒപ്പം അവരോട് കൂടിയിരിക്കുന്നതായിട്ടുള്ള ഇറാഖും അഫ്ഗാനിസ്ഥാനും കൂട്ടത്തിലുണ്ടാകും. അങ്ങനെ പറയാൻ കാരണമുണ്ട്. പണ്ടത്തെ പേർഷ്യ മേദ്യ സാമ്രാജ്യത്തിന്റെ നിലവിലുള്ള അവശിഷ്ടങ്ങളാണവർ. അടുത്തത് ക്രൂശ്യരാണ്. ആരാണെന്ന് ഞാൻ പറഞ്ഞു. ആരാണെന്ന് ഞാൻ പറഞ്ഞു. അതെ, എത്യോപ്യക്കാരും സുഡാനും ഗദാഫി ഭരിച്ച ലിബിയയൊക്കെയാണ്. പിന്നീട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഗോമേറാണ്. ഗോമേർ ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, അശൂർ സാമ്രാജ്യം തകർന്നപ്പോൾ അവിടെ നിന്ന് ചിതറിപ്പോയ കൂട്ടത്തിൽ ഗോമേറും ഉണ്ടായിരുന്നു. അവർ പടിഞ്ഞാറൻ പ്രദേശങ്ങളായ യൂറോപ്പിലേക്കാണ് കുടിയേറി പാർത്തത്. ഇന്ന് അവർ കുടിയേറി പാർത്ത് അവർ വസിക്കുന്ന ആ ദേശത്തെ ഇന്ന് നമ്മൾ ജർമ്മനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗോമേറും അവന്റെ പടക്കൂട്ടങ്ങളും എന്ന് പറയുമ്പോൾ ജർമ്മനി മാത്രമല്ല, അവരോടൊപ്പം എക്കാലം ഒന്നിച്ചു നിൽക്കുന്ന ഇറ്റലിയുണ്ട്, റോമുണ്ട്, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളുണ്ട്. ഒരു കാര്യം നമ്മൾ ഇവിടെ ഓർക്കണം. 1, 2 ലോക മഹായുദ്ധങ്ങളുടെ കാരണക്കാർ ഇവരായിരുന്നു. അത് നാം മറന്നു പോകരുത്. ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒരു സംഗതിയുണ്ട്. അത് തുർക്കിയുടെ റോളാണ്. ഗോമേർ ആരാണെന്നും അവന്റെ മകൻ തോഗർമ ആരാണെന്നും മനസ്സിലാക്കിയെങ്കിൽ അശൂറിന്റെ ഈ അവശിഷ്ടങ്ങൾ അന്നും ഇന്നും ഇസ്രായേലിന്റെ ശത്രുക്കളാണ് സഹോദരങ്ങളെ. അത് തിരുവചനത്തിൽ മറഞ്ഞു കിടക്കുന്ന ഒരു മർമ്മമാണ്, ഒരു സത്യമാണ്. ബാബേൽ തകർത്തതിന്റെ കുടിപ്പകയുടെ ഒരു പോരാട്ടം ഇതിന്റെ പിന്നിലുണ്ട്. ആമേൻ. ഇതൊരു ആത്മീയ യുദ്ധമാണ്. ഭൗതികമായിട്ട് നമുക്ക് കാണാൻ കഴിയുമെങ്കിലും ഇതൊരു ആത്മീയ യുദ്ധമാണ്. പ്രിയരെ, വരാൻ പോകുന്ന 3-ാം ലോക മഹായുദ്ധത്തിന്റെ ആദ്യ ഘട്ട യുദ്ധത്തിൽ ഗോഗ് ഏത് ദിക്കിൽ നിന്ന് വരുന്നു എന്നും അവനോടുകൂടെ ആരൊക്കെ കൂടി കാണുമെന്നും അവർ ആർക്ക് നേരെ വരുമെന്നും വരുന്ന കാലത്തിന്റെ ഏറെക്കുറെ സൂചനയും ഞാനിവിടെ പറയുകയുണ്ടായി. റഷ്യ യുക്രൈൻ വാർ അത് ലോകമഹായുദ്ധമല്ലെന്നും അത് ഇസ്രായേൽ ദേശത്തേക്കുള്ള ഒരു വഴിയൊരുക്കം മാത്രമാണെന്നും ഞാനിവിടെ നിങ്ങളോട് പറയുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നടക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അത് നടക്കുമ്പോൾ തന്നെയോ അല്ലെങ്കിൽ യുദ്ധാനന്തരമോ ലോക സമ്പദ്ഘടനയിലും അതിന്റെ വിനിമയ രീതികളിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഡോളറിന്റെ ആധിപത്യവും അമേരിക്കയോടുള്ള ആശ്രയത്വവും കുറഞ്ഞു വരും. കിഴക്ക് വടക്ക് രാജ്യങ്ങൾ അവർ വൻ ശക്തികളായിട്ട് മാറും. റഷ്യയും ചൈനയും അവരുടെ സഖ്യകക്ഷികളും വളരെയധികം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവരിൽ നിന്നും ഒരു ലോക നേതാവിനെ ദൈവം പുറത്തു കൊണ്ടുവരും. അത് മഹായുദ്ധത്തോടു കൂടി വെളിപ്പെട്ടു വരും. ഒരു ഗോഗ് വെളിപ്പെട്ടു വരുവാനുണ്ട്. 3-ാം ലോക മഹായുദ്ധത്തിന്റെ 1-ാം മണി, ആ 1-ാം മണി മുഴക്കം ലോകം അന്ന് കേൾക്കും. അതൊരു മരണമണിയുടെ മുഴക്കമായിരിക്കും.
അത് കേൾക്കാൻ പ്രിയരെ നമ്മളിൽ ആരും ഇവിടെ ഉണ്ടാകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹബക്കൂക്ക് പ്രവാചകന്റെ 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഒരു മുന്നറിയിപ്പുണ്ട്. അത് ഈ കാലത്തെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: മഹാമാരി അവന്റെ മുമ്പിൽ നടക്കുന്നു, ജ്വരാഗ്നി അവന്റെ പിന്നാലെ ചെല്ലുന്നു. ഞാൻ ഒന്നുകൂടെ ആ വാക്യം വായിക്കുകയാണ്. മഹാമാരി അവന്റെ മുമ്പിൽ നടക്കുന്നു, ജ്വരാഗ്നി അവന്റെ പിന്നാലെ ചെല്ലുന്നു. പ്രിയരെ, ഇത് മഹാമാരിയുടെ കാലമാണ്. അത് അല്പം കുറഞ്ഞു എന്ന് നമ്മൾ ആശ്വസിക്കേണ്ട. അടുത്തത് പുറകെ വരുന്നുണ്ട്. ഇതാ, ഇപ്പോൾ ജ്വരത്തിന്റെ അഗ്നി പുറപ്പെട്ടു കഴിഞ്ഞു. ജ്വരം അത് പനിയുടെ കാലമാണ്. ചൂടേറിയ പനി മാത്രമല്ല, കൊടിയ ചൂടിന്റെ അഗ്നി പോലത്തെ ചൂടിൽ അതിന്റെ കാലം കൂടിയാണ്. കേരളം ഇന്ന് ചുട്ടുപൊള്ളിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ. മിസ്രൈമിൽ നിന്നും തന്റെ ജനമായ ഇസ്രായേലിനെ സ്വതന്ത്രമാക്കുന്നതിന് മുമ്പിൽ ദൈവം മഹാമാരി, ബാധകൾ, സാംക്രമിക രോഗങ്ങൾ എന്നിവ അയച്ചു. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതൊക്കെ അയച്ചതിന് ശേഷമാണ് അവരെ ദൈവം വിടുവിപ്പിച്ചത്. അതുപോലെ ഒരു സംഭവം, അന്ത്യകാലത്ത് നടക്കുവാൻ പോകുന്ന ഒരു സംഭവം പ്രവാചകൻ കാണുകയാണ്. കർത്താവ് തന്റെ മണവാട്ടിയെ ചേർക്കുവാൻ വരുന്നതിന് പുറകിൽ എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. വരവിന് മുമ്പിൽ മഹാമാരി വരുന്നു. പ്രിയരെ, അത് വന്നു കഴിഞ്ഞിരിക്കുന്നു. മഹാമാരി അവന്റെ മുമ്പിൽ നടക്കുന്നു, ജ്വരാഗ്നി അവന്റെ പിന്നാലെ ചെല്ലുന്നു. അതുകൊണ്ട് ദൈവജനമേ ഉണരുക, ദൈവജനമേ ഉണരുക. ഉറക്കത്തിന്റെ ആലസ്യം വിട്ടെഴുന്നേൽക്കുക. കാന്തൻ വരുന്നു, കാഹളം കേൾക്കാറായി, നമ്മുടെ മണവാളന്റെ വരവായി. അതുകൊണ്ട് മണവാട്ടി, നിന്റെ വിളക്ക് കത്തട്ടെ. മാളിക മുറിയുടെ ജനാല അടയ്ക്കരുതേ. വിളക്ക് കെടാതെ സൂക്ഷിക്കണം. പലവിധ കൊടുങ്കാറ്റുകളും അടിച്ചുകൊണ്ടിരിക്കും. മണവാളന്റെ വരവ് ഏത് നിമിഷമെന്ന് നാം അറിയുന്നില്ലല്ലോ. നമുക്കതിനായിട്ട് കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.